നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിൽ പരസ്പര വിശ്വാസത്തോടെയുള്ള ഇന്ത്യ ചൈന ബന്ധം ശക്തമാകുമോ? ഒപ്പം അതിർത്തി തർക്കങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെടും? ഇരു രാജ്യങ്ങളും സൗഹൃദം ഊട്ടിയുറപ്പിച്ചതും സഹകരണം ഉറപ്പാക്കിയതും ശുഭസൂചനയാണ്. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പരസ്പര വിശ്വാസത്തോടെ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കാൻ മോദി ഷീ ജിൻപിങ് ചർച്ചയിൽ തീരുമാനം. അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനായെന്ന് വിലയിരുത്തൽ. വാണിജ്യ രംഗത്തെ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ ധാരണ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ തുടങ്ങും. നാളെ മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനെ കാണും. ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും 25 പേരടങ്ങുന്ന സംഘം കുടുങ്ങിയത് കൽപ്പ പ്രദേശത്ത്. നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും റോഡുകൾ തകർന്നു. ഉത്തരാഖണ്ഡിലെയും ജമ്മുകശ്മീരിലെയും മിന്നൽ പ്രളയത്തിൽ മരണം 16 കടകംപള്ളി സുരേന്ദ്രൻ MLA-ക്കെതിരെ DGPക്ക് പരാതി. മന്ത്രിയായിരുന്നപ്പോൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് പ്രവർത്തകൻ M. മുനീറിന്റെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നാളെ മൊഴികൾ രേഖപ്പെടുത്തും. രാഹുൽ വിവാദത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ഒരു ചാനലിന്റെ ശ്രമമെന്ന് പത്തനംതിട്ട CPI പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. വയനാടിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി. പല എതിർപ്പുകളും മറികടന്നാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആഗോള അയ്യപ്പ സംഗമം. അയ്യപ്പന്മാരെ ദ്രോഹിച്ച സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്ന് KC വേണുഗോപാൽ. ഈശ്വരവിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികമെന്നും പ്രതികരണം. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സംഗമം നല്ലതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംരക്ഷണ ഭിത്തി തകർന്നതോടെ അപകടത്തിലായി എറണാകുളം മാർക്കറ്റ് കനാൽ റോഡ്. ദിവസവും നിരവധി ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഏത് നിമിഷവും തകർന്നു വീഴാറായ നിലയിൽ. കനാൽ നവീകരണത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ടെൻഡറിന് ധനവകുപ്പിന്റെ അനുമതിയില്ല. ടോപ്പ് 10 സ്പെഷ്യൽ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ പ്രതിപക്ഷം. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം നാളെ. മഹാറാലി അംബേദ്കർ സ്മാരകത്തിൽ അവസാനിക്കും. ഇന്ത്യ സഖ്യത്തിലില്ലാത്ത തൃണമൂൽ കോൺഗ്രസും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. 2-1 ബ്രൈറ്റണിന് ജയം. ലിവർപൂൾ ആഴ്സണൽ മത്സരം പുരോഗമിക്കുന്നു. ആലപ്പുഴ ഹരിപ്പാട് മതപ്പാടിലായിരുന്ന ആന പാപ്പാനെ ആക്രമിച്ചു. ഹരിപ്പാട് സ്കന്ദൻ കുത്തിയത് 2ാം പാപ്പാനായ മണികണ്ഠനെ. ഗുരുതരമായി പരിക്കേറ്റ പാപ്പാൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ. കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടുകൊമ്പനെ കാടുകയറ്റി. പ്രദേശത്ത് ഫെൻസിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്ന് കളക്ടറുടെ ഉറപ്പ്. സ്റ്റോറി ഓഫ് ദി ഡേ. ഇന്നും കളർഫുൾ ഇവരുടെ ലൈഫ്. ചൈനയുമായി പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനായെന്ന് വിലയിരുത്തൽ. ഇന്ത്യ ചൈന വിമാന സർവീസുകൾ തുടങ്ങും. 55 മിനിറ്റാണ് മോദി ഷീ ജിൻപിങ് നിർണായക കൂടിക്കാഴ്ച നീണ്ടത്. അതേസമയം മോദി ഷീ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയാണ് ചൈനയിലെ ടിയാൻജിനിൽ നടന്നത്. വീണ്ടും മോദിയെ കാണാനായതിൽ സന്തോഷമെന്നാണ് ഷീ ജിൻപിങ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരായി മുന്നോട്ടു പോകണമെന്നും സമാധാനത്തിനായി ഒന്നിച്ചു നീങ്ങാമെന്നും 55 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. ചൈനയുമായി പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ചൈന ഇന്ത്യ ബന്ധം അനിവാര്യമാണെന്നും മോദി കൂട്ടിച്ചേർത്തു.
അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകളും ഇന്ത്യ ചൈന സർവീസുകൾ പുനരാരംഭിക്കാനും 55 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് 280 കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രധാനമാണെന്നും മോദി പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. ചൈനീസ് വിദേശകാര്യമന്ത്രിയും വാണിജ്യമന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി. 7 കൊല്ലത്തിന് ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കൾക്കുമിടയിൽ ചർച്ച നടന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് മോദി ഷീ കൂടിക്കാഴ്ച നടന്നത്. യുഎസിന്റെ തീരുവ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ച ഗുണകരമാകുമെന്ന നിലപാടിലാണ് ലോകരാഷ്ട്രങ്ങൾ. അതേസമയം മോദി ഷീ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. ഗാൽവാനിൽ 20 സൈനികരുടെ ജീവനെടുത്തത് ചൈനയാണെന്നും ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പാകിസ്ഥാനെയും ചൈന പിന്തുണച്ചു എന്നും കോൺഗ്രസ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രളയം നാശം വിധിച്ച ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ദുഷ്കരമായ സമയങ്ങളിൽ മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയ ഓരോ പൗരനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്ന് മോദി പറഞ്ഞു. റേഡിയോ സംപ്രേഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് ദുരന്തമുഖത്ത് പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാനത്തെ ദുരന്ത നിവാരണ വിഭാഗങ്ങളും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ രാവും പകലുമില്ലാതെ പ്രയത്നിച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ആഘോഷത്തിന്റെ സമയങ്ങളാണിപ്പോൾ. അവിടെയെല്ലാം രാജ്യത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആത്മനിർഭർ ഭാരതിലൂടെ മുന്നോട്ട് പോയാൽ വലിയ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. इस दौरान हेलीकॉप्टर से राहत सामग्री पहुंचाई गई, घायलों को एयरलिफ्ट किया गया। आपदा की घड़ी में सेना मददगार बनकर सामने आई। स्थानीय लोग, सामाजिक कार्यकर्ता, डॉक्टर, प्रशासन संकट की इस घड़ी में सभी ने हर संभव प्रयास किया। मैं ऐसे हर नागरिक को हृदय से धन्यवाद देता हूं जिन्होंने इस कठिन समय में मानवीयता को सबसे ऊपर रखा हुआ है। मेरे प्यारे देशवासी, ഉത്തരാഖണ്ഡിലും ജമ്മുകശ്മീരിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. 2 സംസ്ഥാനത്തുമായി 16 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. അതേസമയം ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമുണ്ട്. 25 പേരടങ്ങുന്ന സംഘമാണ് കൽപ്പ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. സ്പിറ്റിയിൽ നിന്ന് കൽപ്പയിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിൽ എത്താനാകാതെ 2 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യമല്ല. മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് പരാതി. കോൺഗ്രസ് നേതാവ് മുനീറാണ് DGPക്ക് പരാതി നൽകിയത്. പരാതിയെ നിയമപരമായി നേരിടുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുനീർ പരാതി നൽകിയത്. MLAക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. തനിക്കെതിരായ പരാതി കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ക്രിമിനലായ രാഹുലിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പരാതിയെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കൊടും ക്രിമിനലിനെ എങ്ങനെ സാമാന്യവൽക്കരിക്കാം, അദ്ദേഹത്തിൻ്റെ ഈ നീച പ്രവൃത്തികളെ എങ്ങനെ നിസ്സാരവൽക്കരിക്കാം, അതിനെന്താണ് ഒരു വഴി? ഇന്നിപ്പോൾ ഇതിനെ ഒന്ന് സജീവമാക്കി നിർത്താനും അല്ലെങ്കിൽ പുതിയ ചർച്ച ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാനുമുള്ള കേവലമായിട്ടുള്ള പരിശ്രമം മാത്രമായിട്ട് ഞാനിതിന് കാണുന്നുള്ളൂ. ഒട്ടും തന്നെ ഗൗരവത്തോടുകൂടി കാണുന്നില്ല. പക്ഷേ ഈ ആക്ഷേപം ഉന്നയിച്ച നേതാവിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി ലഭിച്ചെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ എന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അല്ല, പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ. രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് പരാതിയെ CPM കാണുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നാളെ മുതൽ മൊഴി രേഖപ്പെടുത്തും. സംഭവത്തിൽ പരാതി നൽകിയവർ ഉൾപ്പെടെ 10 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. അതേസമയം ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചതായി പറയപ്പെടുന്ന പെൺകുട്ടി ഇതുവരെയും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. ഫോൺ വഴിയും ഓൺലൈൻ വഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ നാളെ മുതൽ മൊഴികൾ രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതുവരെ DGPക്ക് 8ഓളം പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചത്. ഇതിൽ 10 പേരുടെ മൊഴികൾ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ലഭിച്ച പരാതികൾ കുറവാണ്.
കൂടുതലും ഇമെയിൽ വഴിയാണ് പരാതികൾ ലഭിച്ചിട്ടുള്ളത്. ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഫോൺ സംഭാഷണങ്ങളുടെ ആധികാരികത അടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി സൈബർ സംഘവും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായുണ്ട്. ഇമെയിൽ വഴി പരാതി നൽകിയവരെ നേരിട്ട് വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങുവാനാണ് തീരുമാനം. ആവശ്യമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. അതേസമയം ഫോൺ സംഭാഷണത്തിലുള്ള പെൺകുട്ടിയും മറ്റ് ആരോപണം ഉന്നയിച്ചവരും പരാതിയുമായി രംഗത്തേക്കെത്താത്തത് പോലീസിനെ വലയ്ക്കുകയാണ്. ഇവരെ സമീപിക്കുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ തുടരുന്നു. നിയമസഭയിലെ ഒരു അംഗമെന്ന നിലയിൽ സഭയിലേക്ക് എത്തുക എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവകാശമാണെന്ന് KPCC മുൻ അധ്യക്ഷൻ MM ഹസൻ പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ രംഗത്തെത്തിയത് തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. അത് പാർട്ടി അതിന് പ്രത്യേക നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. അതങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളിന് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. അത് അവർക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം. പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന പോസ്റ്റുമായി CPI വനിതാ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം പറഞ്ഞത്. തന്നെ ഇരയാക്കാനും ഒരു ചാനൽ ശ്രമിച്ചെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇരകളെ മാത്രമല്ല, ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ് താൻ. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ശ്രീനാദേവി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവം അറിഞ്ഞുവെന്നും അത് പറയണമെന്നും പറഞ്ഞാണ് മാധ്യമപ്രവർത്തക വിളിച്ചതെന്നും അവർ കുറിച്ചു. എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമപ്രവർത്തന ശൈലിയല്ലെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കി. AYF സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയാണ് അവർ. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലബാറിലെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകുമെന്ന് മുഖ്യമന്ത്രി. ഒരുപാട് എതിർപ്പുകളും പരിമിതികളും മറികടന്നാണ് ഇത്തരം അടിസ്ഥാന വികസനം സാധ്യമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാടിന്റെയും മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ മലയോര കുടിയേറ്റ നിവാസികളുടെയും സ്വപ്നമാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയിലൂടെ സാക്ഷാത്കരിക്കുന്നത്. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ തിരക്കൊഴിവാകും. കോഴിക്കോട്, വയനാട് ജില്ലകളിലേക്കുള്ള യാത്രാ സമയവും കുറയും. മലബാറിന്റെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകുമെന്നും തുരങ്ക നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിന്റെ സാഫല്യം കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിന്റെ സാഫല്യം കൂടിയായി ഇത് മാറുകയാണ്. ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രിമാരായ KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, OR കേളു, MLA മാരായ T സിദ്ദിഖ്, ലിൻഡോ ജോസഫ്, PT റഹീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ മുറിപ്പുഴ മുതൽ വയനാട് കള്ളാടിയിലെ മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.735 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134.5 കോടി രൂപയാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് നിർവഹണ ഏജൻസി. ആനക്കാംപൊയിലിൽ നിന്നും 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട് മേപ്പാടിയിലെത്തും വിധമാണ് പദ്ധതിയുടെ രൂപകൽപ്പന. അമൃത ന്യൂസ്, കോഴിക്കോട്. അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനില്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തമാണ്. സർക്കാർ തന്നെ നേരിട്ടിറങ്ങുന്നു. അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് സർക്കാരിനുള്ളത്. ഈശ്വരവിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികമാണ്. ശബരിമലയിൽ കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമലയിലെ തീർത്ഥാടകർക്ക് സുഗമമായി
ഉദ്ഘാടനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണ് മിടുക്ക് കാണിക്കേണ്ടത് സാർ. അത്തരം നല്ല തീരുമാനങ്ങൾ ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്നില്ല. വിശ്വാസത്തിൻ്റെ വഴികളിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷമുണ്ടാക്കുന്ന, അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നടക്കണമെന്ന്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല നടത്തിയ സർക്കാർ. ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സംഗമം നല്ലതാണ്. ഇത് വിശ്വാസത്തിന്റെയും വിശ്വാസ ഇല്ലായ്മയുടെയും പ്രശ്നമല്ലെന്നും സ്ത്രീ പ്രവേശനത്തെ SNDP പിന്തുണയ്ക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അയ്യപ്പൻ്റെ കീർത്തനങ്ങളും മറ്റു പലതും വിറ്റുപീഡിതം നടത്തുന്ന ആയിരക്കണക്കാവുക. അവർക്കും ഇതൊരു വലിയൊരു പ്രചോദനമാണ്, ജീവിതമാർഗമാണ്. സാമൂഹിക സാമ്പത്തികമായ വളർച്ചയ്ക്ക് കൂടി സഹായകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശബരിമല സ്ത്രീപ്രവേശനം കഴിഞ്ഞ അധ്യായമല്ലേ, അധ്യായം കഴിഞ്ഞു. സ്ത്രീപ്രവേശനം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ. മാത്രമല്ല, സ്ത്രീപ്രവേശനം എന്നൊരു അജണ്ട ഇന്ന് സർക്കാരിനില്ല, ദേവസ്വം ബോർഡിനില്ല. അത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമാണ്. വിശ്വാസവും അവിശ്വാസവും ഓരോരു മനസ്സിലാണ്. അങ്ങനെയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസമില്ലാത്തവരാണെന്നുണ്ട്. ഈ ശബരിമല പോണത് ആരാണ്? മുഴുവൻ 99% കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. അരികുഭിത്തി തകർന്നതോടെ അപകടാവസ്ഥയിലാണ് എറണാകുളം മാർക്കറ്റ് കനാൽ റോഡ്. ദിവസവും 100 കണക്കിന് ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഏത് നിമിഷവും തകർന്നു വീഴാം. കനാൽ നവീകരണത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ടെൻഡർ എടുത്തിട്ടുണ്ടെങ്കിലും ധനവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതാണ് നവീകരണം വൈകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ടൺ കണക്കിന് ഭാരങ്ങൾ വഹിച്ച് 100ഓളം വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന വഴിയാണ് തകർച്ചയുടെ വക്കിലുള്ളത്. എറണാകുളം മാർക്കറ്റ് കനാലിന്റെ ഷൺമുഖം റോഡ് മുതൽ ബാനർജി റോഡ് വരെയുള്ള അരികുഭിത്തികൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാം. മാർക്കറ്റിലേക്ക് ലോഡ് കയറ്റിയെത്തുന്ന വാഹനങ്ങൾ കനാലിന്റെ ഓരം ചേർത്ത് നിർത്തിയാണ് സാധനങ്ങൾ ഇറക്കുന്നത്. അരികിടിഞ്ഞതോടെ വാഹനങ്ങൾ ഇവിടെ നിർത്തി സാധനങ്ങൾ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മാർക്കറ്റിൽ ഞങ്ങളെപ്പോലുള്ള വ്യവസായികൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഷൺമുഖം റോഡിൻ്റെ അവിടെ മുതലുള്ള പാലം മുതൽ ബാനർജി റോഡിൻ്റെ അവിടം വരെയുള്ള എല്ലാ കൾവർട്ടും പോയി കിടക്കുക. ഇതുവരെ നവീകരണ പദ്ധതി ഒരു ഊർജ്ജസ്വലമായിട്ട് നടക്കണില്ല. കനാൽ നവീകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നേരത്തെ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ടെൻഡറിൽ തീരുമാനമെടുക്കാത്തതാണ് നവീകരണം വൈകുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് KMRL ഈ പദ്ധതി ഏറ്റെടുത്തെന്ന് പറയണം. കോർപ്പറേഷൻ പറയുന്ന മറുപടി അതാ. KMRL ഏറ്റെടുത്തിട്ട് ഇതുവരെയും വർക്ക് ഇവിടെ പ്രോഗ്രസ് ആയിട്ടില്ല. ഈ അടുത്താണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞൊളിഞ്ഞു പോകണം. ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം കൂടി മഴ പെയ്ത ഈ റോഡ് കംപ്ലീറ്റ് ഇടിഞ്ഞൊളിഞ്ഞു പോകും. നഗരത്തിലെ 6 പ്രധാന കനാലുകൾ നവീകരിക്കുന്നതിന് സർക്കാർ 3716 കോടി രൂപ അനുവദിച്ചിരുന്നു. കൊച്ചിയിലെ ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി. അമൃത ന്യൂസ്, കൊച്ചി. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കനാലിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഞാൻ അതിൻ്റെ പുറത്ത് നിൽക്കണമായിരുന്നു. അതിൻ്റെ പുറത്ത് നിന്ന് ഈ വണ്ടിയിൽ ലോഡ് കെട്ടി അങ്ങോട്ട് മാറലും അപ്പം തന്നെ പറഞ്ഞു വീണേ. ഒരു സെക്കൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാലോ വെള്ളത്തിലോട്ട്. ഞങ്ങളത് കണ്ടില്ലായിരുന്നെങ്കിൽ വൈകുന്നേരം ഫാമിലീസ് കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ പൂട്ടിപ്പോയി കഴിയുമ്പോൾ അത് രാത്രി 8 മണി 9 മണി 10 മണിയൊക്കെ ബ്രോഡ്വേയിൽ ആളുകളല്ലേ, ഇവരാരും ഇത് കാണൂല. അത് ശരിക്കും മുട്ടിച്ച് ചേർത്ത് ഇങ്ങനെ ചരിച്ച് ഫ്രണ്ടായിട്ടാണ് ഇറക്കിയിട്ടത്. ആ ഏതെങ്കിലും വണ്ടികളൊക്കെ വെള്ളത്തിൽ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ പോരാ അതിനിപ്പോൾ ഒരു വണ്ടി പിടിച്ചാൽ ഞങ്ങൾക്ക് വേറെ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല, ചരക്ക് കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വണ്ടികൾ നിരന്തരം വരുന്നതാണ്. കാരണം ഇത് അരിയിലോട് ചേർത്ത് നിർത്താതെ വണ്ടികൾക്ക് ഇവിടെ ഇറക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടികൾ അപ്പുറത്ത് പാസ് ചെയ്ത് പോകണം. അപ്പോൾ അത്രയും വലിയൊരു വണ്ടികൾ വരുമ്പോൾ അത് നല്ലൊരു സുരക്ഷിതമായ രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പണിയണം. അത് കമ്പിയിട്ട് നന്നായിട്ട് വാർത്ത് പണിതില്ലെങ്കിൽ വീണ്ടും ഇത് പണിത് വേസ്റ്റായി പോകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പണിയണം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ എറണാകുളം മാർക്കറ്റ് കനാൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു അനാവസ്ഥ ഉണ്ടാകുന്നത് ഇത് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്? ടൺ കണക്കിന് ഭാരവും വഹിച്ചുകൊണ്ട് നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും എറണാകുളം മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഈ മാർക്കറ്റിലെ കനാൽ റോഡിനോട് ചേർന്ന് തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പലപ്പോഴും കനാൽ റോഡിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ലോഡുകൾ ഇറക്കിയിരുന്നത്. എന്നാൽ ഈ അരിക് ഇടിയാൻ തുടങ്ങിയതോടുകൂടി തന്നെ വാഹനങ്ങൾ ഇവിടെ നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ പ്രദേശം ഈ വഴി തന്നെ വളരെ ചെറിയൊരു വഴിയാണ്. ഈ വാഹനങ്ങൾ ഇവിടെ നിർത്തി സാധനങ്ങൾ ഇറക്കുമ്പോൾ വലിയ ഒരു ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും
ഈ കനാൽ അടക്കം കൊച്ചിയിലെ 6 കനാലുകൾ നവീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. 3716 കോടി രൂപ ഇതിന് വകയിരുത്തുകയും ചെയ്തിരുന്നു. CMRലാണ് ഈ കനാലുകളുടെ നവീകരണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ടെൻഡർ നടപടികൾ മുന്നോട്ട് പോകാത്തതാണ് നിലവിൽ ഉള്ള ഈ കനാൽ നവീകരണത്തിനൊരു പ്രതിസന്ധിയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ കനാലിൻ്റെ നവീകരണം പൂർത്തിയാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മാർക്കറ്റിലെ തൊഴിലാളികളും ഒപ്പം തന്നെ വ്യാപാരികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ധനവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതാണ് നവീകരണം വൈകാൻ കാരണമെന്നാണ് പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം നാളെ. പാട്നയിൽ മഹാറാലിയോടെ യാത്ര സമാപിക്കും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ സ്മാരകം വരെയാണ് റാലി. ഓഗസ്റ്റ് 17 ആരംഭിച്ച യാത്ര 111 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവസാനിക്കുന്നത്. യാത്ര തുടക്കം മാത്രമാണെന്നും രാജ്യവ്യാപകമായി വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ യാത്രയിൽ MK സ്റ്റാലിൻ, സിദ്ധരാമയ്യ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെങ്കിലും സമാപന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. 2-1 ബ്രൈറ്റണിന് ജയം. ജെയിംസ് മില്ലർ, ബ്രാജൻ ഗ്രൂഡ എന്നിവരാണ് ബ്രൈറ്റനു വേണ്ടി ഗോളടിച്ചത്. എർലിംഗ് ഹാലൻഡാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കായി ആശ്വാസ ഗോൾ നേടിയത്. ലിവർപൂൾ ആഴ്സണൽ മത്സരം പുരോഗമിക്കുകയാണ്. മതപ്പാടിലായിരുന്ന ആനയെ അഴിക്കുന്നതിനിടെ പാപ്പാനെ കുത്തി പരിക്കേൽപ്പിച്ചു. ഹരിപ്പാട് സ്കന്ദനാണ് 2ാം പാപ്പാൻ. കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠനെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയെ അഴിക്കാൻ മുകളിൽ കയറിയ പാപ്പാനെ കുലിക്ക് താഴെയിട്ട് കുത്തുകയായിരുന്നു. കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി. നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചത്. വന്യമൃഗശല്യം തടയാൻ പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. കോതമംഗലം കോട്ടപ്പടി വടക്കുംഭാഗത്ത് വിച്ചാട് വർഗീസിന്റെ വീട്ടിലെ കിണറ്റിലാണ് ആന വീണത്. പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന ആനയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവയെ തടയാൻ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. വന്യമൃഗങ്ങളെ തടയാൻ വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിടിച്ചാണ് ആനയെ പുറത്തെത്തിച്ചത്. കരക്കെത്തിയ ആനയെ തിരികെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടു. അമൃത ന്യൂസ്, കൊച്ചി. തിരുവോണനാളിൽ പത്മനാഭസ്വാമിക്ക് സമ്മാനമായി സമർപ്പിക്കാനുള്ള ഓണവില്ലിന്റെ നിർമ്മാണത്തിലാണ് കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളും കഥകളും ചിത്രരൂപത്തിൽ തടിയിൽ വ്രതശുദ്ധിയോടെ വരച്ചെടുത്താണ് പത്മനാഭസ്വാമിയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നത്. ഓണനാളിൽ പ്രജകളെ കാണാനെത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ദർശിക്കുന്നതിനായി പ്രപഞ്ചശില്പിയായ വിശ്വകർമാവ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ചിത്രങ്ങളുടെ രൂപത്തിലാക്കി മഹാവിഷ്ണുവിന് മുന്നിൽ സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിന്റെ പിന്തുടർച്ചക്കാരായി കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ കാരണവർ ബിൻകുമാർ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും ഓണവില്ല് തയ്യാറാക്കുന്നത്. ദേവഗണത്തിൽപ്പെട്ട കടമ്പ്, മഹാഗണി വൃക്ഷങ്ങളിൽ 3 വലുപ്പത്തിലുള്ള വില്ലുകളാണ് തയ്യാറാക്കുക. വലുതിൽ അനന്തശയനം, ഇടത്തരത്തിൽ ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ചെറിയ വില്ലിൽ ശ്രീകൃഷ്ണ അവതാര ലീലകളും വിനായകനുമാണ് വരയ്ക്കുക. തലമുറകളായിട്ട് ഈ നമ്മുടെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് 8 തലമുറകൾ കൊണ്ട് ഒരേ കുടുംബത്തിൽ നിന്നും 8 തലമുറകളായിട്ട് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു വരുന്നുണ്ട്. പാരമ്പര്യമായൊരു കലയാണ് ഈ ഓണവില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓണവില്ല് കുടുംബത്തിൽ വ്രതശുദ്ധിയോടുകൂടി മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി തയ്യാറാക്കി ഭഗവാന്റെ മുമ്പ് സമർപ്പിക്കുന്നതാണ്. അപ്രകാരം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്ന് മാത്രമേ
ഓണവില്ലാകുകയുള്ളൂ. ഭഗവാന്റെ ജന്മനക്ഷത്രത്തിൽ സമ്മാനമായിട്ട് സമർപ്പിക്കുന്ന ഏക സമ്മാനമാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. തിരുവോണ ദിവസം 6 ജോഡിയുള്ള 12 ഓണവില്ലുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കും. 3 അടിയിൽ തീർക്കുന്ന പത്മനാഭസ്വാമിയുടെ ചിത്രമുള്ള അനന്ത ചൈതന്യവില്ലാണ് ഇത്തവണത്തെ പ്രത്യേകത. ഓണവില്ല് കുടുംബം എന്ന പേരോടെ പത്മനാഭസ്വാമിക്ക് വേണ്ടിയുള്ള പള്ളിവില്ലിന്റെ നിർമ്മാണം തുടരാനാകുന്നത് സുഹൃതമായി കാണുകയാണ് വിളയിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. രുചി വൈവിധ്യങ്ങളുടെ ഓണക്കാലത്ത് സുവർണ ചാരുതയുമായി വിപണിയിൽ നിറയുകയാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നത് പ്രത്യേകം കൃഷി ചെയ്ത് വിളയിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളാണ്. ഓണക്കാലത്ത് തൃശൂരിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ്. സ്വർണ്ണ നിറമുള്ള ചുവപ്പ് രാശിയോടുകൂടിയ തടിച്ചിരുണ്ട കായകളുള്ള ചെങ്ങാലിക്കോടന് വിപണിയിൽ മോഹവില നൽകി വാങ്ങാൻ ആവശ്യക്കാരേറെയാണ്. വിപണിയിലേക്ക് എത്തുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ്ക്ക് 2500 രൂപയാണ് വില. പഴയ കൊച്ചി രാജ്യത്തിലെ ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിലാണ് ഈ വാഴകൃഷിയുടെ തുടക്കം. ആദ്യം ചെങ്ങഴിക്കോടനെന്നും പിന്നീട് ചെങ്ങാലിക്കോടനെന്നും ആവുകയായിരുന്നു. 2014 ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ചെങ്ങാലിക്കോടന്റെ ഖ്യാതി വർദ്ധിച്ചു. തലപ്പിള്ളി താലൂക്കിലെ എരുമപ്പെട്ടി, കടങ്ങോട്, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട്, വേലൂർ, ചൂണ്ടൽ, തൃശൂർ താലൂക്കിലെ തോളൂർ, കൈപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലായി കൃഷി ചെയ്തിരുന്ന ചെങ്ങാലിക്കോടന്റെ വിളവെടുപ്പ് പൂർത്തിയായി. അത്തം മുതലാണ് ചെങ്ങാലിക്കോടൻ കുലകൾ വിപണിയിലെത്തുന്നത്. സ്വർണ്ണവർണ്ണമാർന്ന ചെങ്ങാലിക്കോടൻ കുലകൾ കാഴ്ചക്കുലകളായി ഉത്രാടനാളിൽ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തർ കാഴ്ചവെക്കുന്ന പതിവുണ്ട്. കൂടാതെ വിവാഹം കഴിഞ്ഞു പോകുന്ന വധൂവരന്മാർക്കും ചെങ്ങാലിക്കോടൻ കുല നൽകുന്ന സമ്പ്രദായം തൃശ്ശൂരിലുണ്ട്. എൻ്റെ ഓണസമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാദ് കൂടുതലുള്ള പഴം ചെങ്ങാലിക്കോടനാണ്. ബാക്കി ഒരു കായ് ഇത്ര സ്വാദ് കിട്ടില്ല. പിന്നെ കളറ്, ചുവപ്പ് കളർ കിട്ടണമെങ്കിൽ ചമ്മലിട്ട് പൊതിയണം, അല്ലെങ്കിൽ ചുവപ്പ് കളർ കിട്ടില്ല. ആവശ്യക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ളോ ആവശ്യക്കാർ മുഴുവനും ഈ ചെങ്ങാലിക്കോടനാണ്. ഇത് അന്വേഷിക്കുക ആൾക്കാർ. മറ്റുള്ള കായ വേണ്ടത് ഇതിലും വലുതൊക്കെ ഉണ്ട്, അത് സ്വാദില്ല. വാഴത്തോട്ടങ്ങളിൽ നിന്നും വളഞ്ഞു നിൽക്കുന്ന തണ്ട നിലനിർത്തിക്കൊണ്ട് വെട്ടിയെടുക്കുന്ന കുലകൾ ശ്രദ്ധയോടെയാണ് കച്ചവടക്കാർ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. പിന്നീട് കുലയുടെ പടലകൾക്കും കായകൾക്കുമിടയിൽ തൊഴിലാളികൾ ഉണങ്ങിയ വാഴയിലകൾ തിരുകി പ്രത്യേക രീതിയിൽ കുല പൊതിഞ്ഞാണ് കാഴ്ചക്കുലകൾ ഒരുക്കുന്നത്. അമ്പലങ്ങളിലേക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ കാഴ്ചക്കുല കൊണ്ടുപോകുന്നത്. മൊത്തത്തിൽ ചെങ്ങാലിക്കോടിന് നല്ലൊരു പേരുണ്ട്. പടലകൾ പിരിഞ്ഞ ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. അതിൽ കര പോലെ തവിട്ട് നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. ഓണക്കാലത്ത് മറ്റു ജില്ലകളിൽ നിന്ന് വരെ ചെങ്ങാലിക്കോടൻ അന്വേഷിച്ച ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തും. അമൃത ന്യൂസ്, തൃശ്ശൂർ. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ. ഇതിന്റെ ഭാഗമായി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ പ്രഭാഷണവും ഭജനയും നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി. ഓണം വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും സമത്വ ഭാവനയുണ്ടായാൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്നും സ്വാമി പറഞ്ഞു. ഉത്സവങ്ങളെല്ലാം ഈശ്വരോന്മുഖമായിട്ടുള്ള ഉത്സവങ്ങളാണ്. ഏതുത്സവവും അത് ഈശ്വരിലേക്ക് തിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അന്തർമുഖമാക്കുന്ന ഒരു പ്രക്രിയയാണ് എല്ലാ ഉത്സവങ്ങളും.